ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ 23-ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവെ അങ്ങയുടെ നാമത്തിലും അങ്ങയുടെ സ്നേഹത്തിലും അങ്ങ് ഒന്നാക്കുന്നതിനോട് നന്ദി പറയുന്നു. ഇന്ന് ദിവസത്തെ ശുശ്രൂഷയിൽ കൂടി ഒരു പടി കൂടി ഞങ്ങൾ അങ്ങിലേക്ക് വളരുവാൻ, സ്നേഹത്തിൽ ആഴപ്പെടുവാൻ തിരുമനസ്സാകണമേ. ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും തിരുസഭ മുഴുവനെയും ലോകപട്ടാക്കിയുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന മേഖലകളിൽ കർത്താവെ അങ്ങനെ അനുഗ്രഹം കടന്നില്ലുവാൻ തിരുമനസ്സാകണമേ. പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ ആ അസ്വസ്ഥതകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും ഗൗരവമായിട്ട് തന്നെ നിലനിൽക്കവേ അവർക്ക് ആവശ്യമായിരിക്കുന്ന മേഖല കർത്താവെ അങ്ങനെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ കൂടി വിശുദ്ധിയിൽ കൂടി ഇത്തരം അവസ്ഥകളെ മറികടക്കുവാൻ, അതിജീവിക്കുവാൻ കർത്താവെ പ്രത്യേകം പ്രാപ്തരാക്കണമേ. ഒരിക്കൽ കൂടി പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്വരമുയർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായെ, എന്റെ ഏക കർത്താവും ഏക ഗുരുവും ഏക രക്ഷകനും സർവസ്വമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും എല്ലാവിധ ആഡംബരങ്ങളെയും തെറ്റായ പ്രബോധനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കോസ്തയ്ക്കായി അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ആവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശുശ്രൂഷകൾ, കർത്താവിൻ്റെ ഈ പ്രിയപ്പെട്ട ശുശ്രൂഷ കർത്താവ് തന്നെ വളരെ കാര്യമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിപാലനയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. വളരെയധികം പേര്, വളരെ കൂടുതൽ പേര് ഈ ശുശ്രൂഷയെ അറിയുകയും അവരത് പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നതിൻ്റെ അറിവ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയേറെ ശ്രദ്ധേയരായ ശുശ്രൂഷകർ അവരുടെ ചാനലിൽ കൂടിയൊക്കെ അവരുടെ പേജുകൾ കൂടിയൊക്കെ ഈ ശുശ്രൂഷ അനേകരിലേക്ക് അവർ പങ്കുവെക്കുന്നതായിട്ട് അറിയിക്കുകയുണ്ടായി. ഓരോ ദിവസവും അങ്ങനെ നല്ല നല്ല വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി നന്ദി പറയുകയാണ്. നമ്മൾ തന്നെയും ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ആരംഭിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന പഠനം എന്ന പേരിൽ ഒരു കൂട്ടായ്മ. അതോടൊപ്പം തന്നെ എന്നോട് ചേർന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-ാം കൗൺസിൽ പ്രമാണങ്ങളെ കുറിച്ചുള്ള ആ പഠനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൂട്ടായ്മ. അതൊക്കെ കൂടുതൽ പേർക്ക് ഈ പഠനങ്ങൾ സ്വീകരിക്കുന്നതിന് വഴിയായിട്ട് തീരുമെന്ന് പ്രത്യാശിക്കുകയാണ്. അനേകം പേരുടെ സഹായ സഹകരണം ലഭിക്കുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് ഇനിയും എത്തേണ്ടതായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തന്നെ സാധിക്കുന്ന എത്രയും പേരിലേക്ക് എത്തിക്കാമോ അത്രയും തന്നെ അത് എത്തിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പുതിയ പുതിയ ശുശ്രൂഷ നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൂബി തന്നെ കൈകാര്യം ചെയ്യുന്ന വൈദിക സന്യസ്ത മേഖലയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ആരംഭിക്കും.
ഡോക്ടർ അനീഷും ഞാൻ തമ്മിലുള്ള ഡിസ്കഷൻ ചെയ്ത ശുശ്രൂഷകൾ നമ്മളിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ കത്തോലിക്ക വിശ്വാസ സംരക്ഷണ സേന എന്ന പേരിൽ നമ്മളൊരു പുതിയ ശുശ്രൂഷ കൂടി ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക സഭയിൽ വിശ്വാസന മേഖല സംഭവിക്കുന്ന ഗൗരവമേറിയ വീഴ്ചകൾ ശ്രദ്ധാപൂർവ്വം കണ്ടെത്തിയ അഭിമന്യ പിതാക്കന്മാരെയും വിശ്വാസികളെ ഉചിതമായ രീതിയിൽ അറിയിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണത്. അത് സഭയിലെ പ്രമുഖരായ ചില ശുശ്രൂഷകർ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അത് അടുത്ത ദിവസം തന്നെ നമ്മൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെല്ലാം വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഉണ്ടാകണം. സഭയിലെ അഭിമന്യ പിതാക്കന്മാർ പ്രത്യേകമായ അനുഗ്രഹവും അനുവാദവും ഇതിനു വേണ്ടിയുണ്ട്. സഭയിലെ മറ്റ് ആത്മീയപിതാക്കന്മാരെല്ലാം ഇതിനുവേണ്ടി പ്രത്യേകം സന്ദേശങ്ങളും പ്രാർത്ഥനകളൊക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് വളരെ നമുക്ക് സന്തോഷപൂർവ്വം തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സന്തോഷപൂർവ്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൈശാചികമായ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ശുശ്രൂഷക്കെതിരെ വരുന്നുണ്ട്. എങ്കിൽ തന്നെയും കർത്താവ് അതിനെല്ലാം അതിജീവിക്കാനുള്ള കൃപ നമുക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കുകയുമാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരാം. എൻ്റെ കണ്ണികളൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഖണ്ഡിക 496 ഖണ്ഡിക മുതൽ 511 ഖണ്ഡിക വരെയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു എന്ന ആ ഒരു വിശ്വാസ പ്രമാണത്തിലെ ആ ഒരു സെന്റൻസ് ആയിരുന്നു. അതില് നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് ഈശോയുടെ മനുഷ്യാവതാരത്തെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ചിന്തിച്ചത് അതില് ഈശോയുടെ മനുഷ്യാവതാരം കന്യകാമറിയത്തിൽ നിന്നും ഈശോ പിറന്നു എന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇതിൽ കണ്ടത് ഈശോ കന്യകാമറിയത്തിൽ നിന്ന് പിറക്കാനുണ്ടായ കാര്യം, മറിയത്തിന്റെ മുൻകൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ മറിയത്തിന്റെ അമലോത്ഭവം, ദൈവമാതൃത്വം എന്നീ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് നമ്മൾ മാതാവുമായി ബന്ധപ്പെട്ട 4 വിശ്വാസങ്ങളെ കുറിച്ച് പറയാനായിട്ട് ആരംഭിച്ചു. കാരണം അമലോത്ഭവം ദൈവമാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കാൻ പോകുന്നത്. ഖണ്ഡികൾ 496 ഖണ്ഡിക മുതൽ 511 ഖണ്ഡിക വരെ. നമുക്ക് ആദ്യമായിട്ട് 496 തന്നെ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മറിയത്തിന്റെ കന്യാത്വം. സഭ തന്റെ വിശ്വാസത്തിന്റെ ആദിമ ക്രോഡീകരണങ്ങൾ മുതൽ ഇങ്ങനെ ഏറ്റുപറയുന്നു: പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ് കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ യേശു സംജാതനായത്. അതോടൊപ്പം ഈ സംഭവത്തിന്റെ ശാരീരിക യാഥാർത്ഥ്യവും സഭ ഉറപ്പിച്ചു പറയുന്നു. യേശു ഗർഭസ്ഥനായത് പുരുഷ ബീജം കൂടാതെ പരിശുദ്ധാത്മാവിനാലാണ്. അതായത് ആദിമ സഭ മുതൽക്ക് തന്നെ സഭയുടെ വിശ്വാസമാണ് പരിശുദ്ധ കന്യകാമറിയം കന്യകയായിരിക്കുമ്പോഴാണ് ഈശോയ്ക്ക് ജന്മം നൽകുന്നത്. പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണെന്ന് അല്ലെ, നിത്യകന്യകയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഒരു ചിന്ത ഉണ്ടാകാം. നമുക്കറിയാം, നമ്മളുടെ സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, സന്യാസത്തില് ബ്രഹ്മചര്യ വ്രതമുണ്ട്. ആ സന്യാസ ജീവിതം അല്ലെങ്കിൽ ആ ഒരു വ്രതം കുറ്റമറ്റ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവര് നിത്യകന്യാത്വമല്ലേ നയിക്കുന്ന നമ്മളെ ചിന്തിച്ചേക്കാം. എന്നാൽ പരിശുദ്ധ കന്യാമറിയം നിത്യകന്യക എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരർത്ഥം പ്രധാനമായിട്ടുണ്ട്. അതായത് ഈശോയെ ഗർഭം ധരിക്കുന്നതിന് മുൻപും ഈശോയെ ഗർഭം ധരിക്കുന്ന സമയത്തും ഈശോയെ പ്രസവിക്കുമ്പോഴും പ്രസവിച്ച ശേഷവും മരണം വരെയും പരിശുദ്ധ കന്യാമറിയം നിത്യകന്യകയായിരുന്നു. നമുക്കറിയാം, വൈദിക അതല്ല സന്യാസ മേഖലയുള്ളവരൊക്കെ അവിടെ ആ ഒരു ഗർഭധാരണത്തിന് വിഷയം വരുന്നില്ല. ഇവിടെ മാതാവ് ഗർഭം ധരിക്കുകയും ഈശോയെ പ്രസവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും മാതാവ് കന്യക തന്നെയായിട്ട് തുടർന്നു. അതിന്റെ പേരിലാണ് പരിശുദ്ധ കന്യാമറിയത്തെ നിത്യകന്യക എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അത് പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രമുള്ള ഒരു വിശേഷണമാണ്. അതുകൊണ്ടൊരു വിശ്വാസത്തെയുമായിട്ട് നമ്മൾ അതിനെ എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ വിശദീകരണം പുറകെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഒന്നത്തെ കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ, അതായത് ഒരു പുരുഷന്റെ ഇടപെടൽ കൂടാതെ തന്നെ പരിശുദ്ധാത്മാവിനാലാണ് അതായത് ഈശോ ജനിച്ചത്. നമുക്കറിയാം, ഒരു ശിശു ജനിച്ചു വീഴുമ്പോൾ ആ ശിശുവിന്റെ ആ ജന്മത്തില് അപ്പനും അമ്മയ്ക്കും പങ്കുണ്ട്. അപ്പോൾ ഒരു ശിശുവിന്റെ ശരീരം എടുത്തു കഴിയുമ്പോൾ അപ്പന്റെ അമ്മയുടെ ജീനുകൾ ജീനുകൾ ആ ശരീരത്തിൽ ഉണ്ടാവും. എന്നാൽ ഈശോയുടെ ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെയും ഒരു ഭാഗഭാഗത്തും അതില്ല. അപ്പം വിശുദ്ധ ആൽബർട്ടൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പരിശുദ്ധ കുർബാൻ നമുക്കറിയാം, അങ്ങനെ മനുഷ്യനായിട്ട് അവതരിച്ച അതേ ഈശോയാണ് പിന്നീട്
ദിവികാരണ്യമായിട്ട് മാറിയത്. പാരാണ്ടിയും കുറച്ചൊരു ഭംഗിവാക്കാട് ഒരു കുറച്ചൊരു ഭക്തിപരമായിട്ട് പറയുകയാണ്. ഈശോ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. അപ്പോൾ ഉടനെ കന്യാമൻ വിളിച്ച് പറയുകയാണ്, അങ്ങനെ പറയരുത്, അത് എന്റെ ശരീരമാണ്. കാരണം ഈശോയ്ക്ക് നൽകപ്പെട്ട, ഈശോയ്ക്ക് ആ ശരീരം ലഭിച്ചത് കന്യാമരത്തിനു കൂടി ആയിരിക്കുന്നത് കൊണ്ട് ആ ശരീരം അത്രമാത്രം പറഞ്ഞു വരുന്നത് ഈശോയുടെ ആ മനുഷ്യാവതാരവും പരിശുദ്ധ കന്യകയും മറിയമായിട്ട് അത്രമാത്രം എടുത്ത് ബന്ധമുണ്ട്. പിന്നെ ആലോചിച്ച് നോക്കി, അതായത് ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ആ ശിശുവിന്റെ ഭക്ഷണം എന്താണ്? അമ്മ തന്നെയാണ് ഭക്ഷണം. പിന്നീട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. പിന്നെ ആദ്യകാലങ്ങളെല്ലാം കുഞ്ഞിനെ മുല കുടിച്ച് ആ ശിശു വളരുന്നു. അമ്മയെ കഴിച്ചാണ് ആ ശിശു വളരുന്നത്. അപ്പൊ നമ്മളൊക്കെ ഈശോയെ കഴിച്ച് വളരുമ്പോൾ ഈശോ കഴിച്ചത് പരിശുദ്ധ കന്യാമറിയത്തെയാണ്. അത്രമാത്രം കന്യകാമറിയവും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് മനുഷ്യാവതാരത്തിൽ ഈശോയുടെ ആ ശരീരം ഈശോയ്ക്ക് ഭൂമി ലഭിക്കുന്നതിന്, ആ ശരീരം വളരുന്നതിനൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പരിശുദ്ധ കന്യാമറിയത്തിന് അതുല്യമായ സ്ഥാനമാണുള്ളത്. യേശുപിതാവിനാകട്ടെ ഈശോയെ പല രീതിയിൽ കെയർ ചെയ്തവരാകട്ടെ ആർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥാനം ഈ രക്ഷാകർമ്മവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കന്യാമറിയത്തിനുണ്ട്. അതായത് അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നില്ല, ഇപ്പൊ ഈശോയെ ഏറ്റവും ഈശോ പറയുന്നുണ്ട് അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി അതിന് മുമ്പ് യോഹന്നാൻ സുവിശേഷം 12:26 ഈശോ പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവരെ എന്റെ പിതാവ് ബഹുമാനിക്കും. നമ്മൾ ശരിയായി മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈശോയെ ഏറ്റവും അധികം ശുശ്രൂഷിച്ച പരിശുദ്ധ കന്യാമറിയമാണ്. ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ ഉദരത്തിലായിരിക്കുമ്പോഴും പിറന്നു വീണ് കഴിഞ്ഞും എല്ലാ രീതിയിലും ശുശ്രൂഷിച്ചു. പരിശുദ്ധ കന്യാമറിയം എല്ലാ രീതിയിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഈശോയെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് തന്നെ ഈശോയെ ശുശ്രൂഷിച്ചതിന്റെ പേരിൽ പിതാവ് ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട കാര്യമാണ് കന്യാമറിയത്തെയാണ്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ മറ്റെല്ലാ വിശുദ്ധരിൽ നിന്നും പ്രത്യേകമായ രീതിയിലുള്ള ഒരു ഹൈപ്പർ ഡൂളിയ, പ്രത്യേക വണക്കം പരിശുദ്ധ കന്യാമറിയത്തിന് നൽകുന്നത്. എല്ലാവരേക്കാൾ ഉപരി വളരെ സവിശേഷമായിട്ട് പരിശുദ്ധ കന്യാമറിയം ഈശോയെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈശോയുടെ കൂടെ രക്ഷാകർമ്മത്തിനോട് ചേർന്ന് നിന്നിട്ടുണ്ട്. അവിടെ സവിശേഷമായ രീതിയിൽ ഈശോ കഴിഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു വണക്കം ലഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലമാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു കണിക 496 ഖണ്ഡികയിലെ രണ്ടാമത്തെ ഭാഗം, അതായത് ചെറിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്ന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അത് വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ഒരു കോട്ടാണ്. 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന അന്തിയോക്കിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്ന ഒരു കോട്ടാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉറച്ച ബോധ്യമായിരിക്കുന്നു. ശാരീരികമായി തീർച്ചയായും ദാവീദ് ഗോത്രജനായ നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ തിരുവിഷ്ടവും ശക്തിയുമനുസരിച്ച് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അവിടുന്ന് സത്യമായും കന്യകയിൽ നിന്ന് പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി ശരീരത്തോടെ മരത്തിൽ സത്യമായി തറയ്ക്കപ്പെട്ടു. അവിടുന്ന് സത്യമായി പീഡകൾ സഹിച്ചു. അവിടുന്ന് സത്യമായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ തന്നെ. ഈശോയുടെ മനുഷ്യാവതാരമായി ബന്ധപ്പെട്ട് ഭൂമി സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുകൂടെ ഇഗ്നേഷ്യസ് പറഞ്ഞ് ഈശോ മനുഷ്യാവതാരം യഥാർത്ഥമായിരുന്നു, അത് കന്യാമറിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു എന്നവിടെ പറയുകയാണ്. അടുത്ത ഖണ്ഡിക 497 ഖണ്ഡിക. കന്യാജനനത്തെ സുവിശേഷകന്മാർ ദർശിക്കുന്നത് മനുഷ്യബുദ്ധിക്കും മാനുഷിക സാധ്യതകൾക്കും അതീതമായ ഒരു ദൈവിക പ്രവൃത്തിയായിട്ടാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മറിയത്തോട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ജോസഫിനോട് ദൂതൻ പറഞ്ഞു, ഏശയ്യാ പ്രവാചകൻ മുഖേന നൽകപ്പെട്ട ദൈവിക വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് സഭ ഇവിടെ ദർശിക്കുന്നത്. ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതായത് പരിശുദ്ധ കന്യകാമറിയം നേരത്തെ പറഞ്ഞത് തന്നെ അനാദിയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം. പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് ഏശയ്യാ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു കന്യകയിൽ നിന്ന് ഈശോ ജനിക്കുമെന്ന് പറയുന്നുണ്ട്. അത് അതിന്റെ കൃത്യമായ രീതിയിലുള്ള ആ ഒരു വിശദീകരണമാണ് കാറ്റഗിസ്റ്റ് നൽകിയത്. 498 ഖണ്ഡികയാണ് വായിക്കാനുള്ളത്. അടുത്തത് കന്യകാ ജനനത്തെ സംബന്ധിക്കുന്ന വിവരണങ്ങൾ ചരിത്രമെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഐതിഹ്യങ്ങളോ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സങ്കല്പ സൃഷ്ടികളോ ആയി കൂടെ എന്ന് സംശയിക്കുന്നവരുണ്ട്. അതായത് കന്യകാജനനം എങ്ങനെ സംഭവിക്കും? ഒരു സാധാരണഗതിയിൽ ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ്. അങ്ങനെ ഇരിക്കെ പുരുഷ സമ്പർക്കം കൂടാതെ കന്യകയിൽ നിന്ന് എങ്ങനെ മനുഷ്യൻ ജനിക്കും? ഇത് വലിയ മിത്തോ അല്ലെങ്കിൽ എന്തൊക്കെ ചുമ്മാ പുരാണങ്ങളിലെ കഥ പോലെ വല്ല കഥയുമായിരിക്കാം എന്നാണ് പലരും പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്.
ഇതിന് നാം നൽകേണ്ട മറുപടി ഇതാണ്. അങ്ങനെ നമ്മളോട് അറിയിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മറുപടി നൽകണം. ഈശോയുടെ കന്യകാ ജനനത്തിലുള്ള വിശ്വാസം അവിശ്വാസികളിൽ യഹൂദരിലും വിജാതിയിലും ആദ്യകാലം മുതൽ ശക്തമായ എതിർപ്പും അവഹേളനവും തെറ്റിദ്ധാരണയും ഉളവാക്കിയിട്ടുണ്ട്. വരുമ്പോ കഥയാണെന്നുണ്ടെങ്കിൽ ആരും എതിര് പറയാൻ പോകത്തില്ല. എന്തൊരു വിശ്വാസയോഗ്യത ഉള്ളതുകൊണ്ട് മറ്റു പലരും ഇങ്ങനെ എതിർപ്പുമായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് ആദ്യമേ കാലഘട്ടം മുതൽ തന്നെ. അതിനാൽ ഈശോയുടെ കന്യകാ ജനനം പ്രാചീന മതേതിഹാസങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട കഥയോ സഭയുടെ ആദിമകാലത്ത് പ്രചാരത്തിലിരുന്ന ചില സങ്കല്പങ്ങളുടെ അനുരൂപണങ്ങളോ അല്ലെന്നത് തീർച്ച. മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹ രഹസ്യങ്ങളുടെ സാകല്യതയിൽ ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ ഈശോയുടെ കന്യാജനനമാകുന്ന സംഭവത്തിൽ ദർശിക്കുന്ന വിശ്വാസത്തിന് മാത്രമേ ആ സംഭവത്തെ ഗ്രഹിക്കാനാകൂ. അതായത് ഈശോയുടെ ജീവിതം നോക്കി കഴിയുമ്പോൾ ഒത്തിരിയേറെ അസാധാരണമായ കാര്യങ്ങളുണ്ട് അല്ലെ. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, ഈശോയുടെ ഉത്ഥാനം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം വിശ്വസിക്കുന്ന വ്യക്തിക്ക് പിന്നെ കന്യകാജനം കൂടി വിശ്വസിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഈശോ ജീവിതം മുഴുവൻ എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കന്യകാജനം നമ്മൾ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ്, അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കാം എന്നൂടെ പറയുകയാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പ്രസ്തുത ബന്ധത്തിന് സാക്ഷി നൽകുന്നുണ്ട്. മറിയത്തിന്റെ കന്യാത്വവും മാതൃത്വവും കർത്താവിന്റെ മരണം പോലും ഈ ലോകത്തിന്റെ ഭരണാധികാരിയുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. പ്രഘോഷണ യോഗ്യങ്ങളായ ഈ 3 രഹസ്യങ്ങളും ദൈവത്തിന്റെ നിശബ്ദതയിൽ നിറവേറിയവയാണ്. അതായത് കാര്യങ്ങളെല്ലാം ഉദാഹരണം പറയുകയാണ്. അവസാനത്തെ പ്രഘോഷണ യോഗ്യങ്ങളായ ഈ 3 രഹസ്യങ്ങളും ദൈവത്തിന്റെ നിശബ്ദതയിൽ നിറവേറിയവയാണ്. കന്യാത്വവും മാതൃത്വവും കർത്താവിന്റെ മരണം. ഒരേ സമയം കന്യകയായിരിക്കുക, അതേസമയം തന്നെ മാതാവുമായിരിക്കുക, കർത്താവിന്റെ മരണം. അപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് തന്നെ ഈശോ മിശിഹായുടെ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈശോ സംഭവിച്ച അസാധാരണമായ കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ കന്യാജനം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അതിലേക്കാണ് വീണ്ടും ഈ പ്രവചനം ഊന്നി നിൽക്കുന്നത്. നമുക്ക് അടുത്ത കണ്ണികയിലേക്ക് വരാം. 499 ഖണ്ഡിക, മറിയം നിത്യകന്യക. മറിയത്തിന്റെ കന്യകാ മാതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴം വർദ്ധിച്ചതോടെ അവരുടെ യഥാർത്ഥവും നിത്യവുമായ കന്യാത്വം, മനുഷ്യനായി തീർന്ന ദൈവപുത്രനെ പ്രസവിക്കുന്ന അവസരത്തിൽ പോലുമുള്ള കന്യാത്വം പ്രഘോഷിക്കുവാൻ സഭ പ്രേരിപ്പിക്കപ്പെട്ടു. വാസ്തവം പറഞ്ഞാൽ മിശിഹായുടെ ജനനം അവിടുത്തെ അമ്മയുടെ കന്യാത്വത്തിന്റെ സമഗ്രതയ്ക്ക് ഒരു വിധത്തിലും മങ്ങലേൽപ്പിക്കാതെ പകരം അതിനെ പൗത്രീകരിക്കുകയാണ് ചെയ്തത്. അത് അടുത്ത ചിന്ത വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഈശോയുടെ ജനനശേഷം പിന്നെ മുന്നോട്ട് മാതാവ് കന്യകയായിരുന്നു മാത്രമല്ല, ആ കന്യാത്വത്തിന്റെ ശോഭ അല്പം കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നതാണ്. എന്തൊക്കെ തീർച്ചയായും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം കന്യകയായിരുന്ന പരിശുദ്ധ അമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മ വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ മഹത്വം വർദ്ധിക്കുകയാണ്. പിന്നീട് ഈശോ കന്യാമറിയത്തിൽ ഈശോ ജീവിക്കുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ കന്യാമറിയത്തിന്റെ ആ മഹത്വം, മറിയത്തിന്റെ ഉള്ളിലെ ആ ദൈവിക ആ കൃപാവരങ്ങളുടെ ഒരു ജ്വലനം സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കന്യാമറിയം കന്യാത്തിൽ നിന്ന് പുറകോട്ട് പോയില്ലെന്ന് മാത്രമല്ല, മുന്നോട്ട് പോവുകയും ചെയ്തു. വെറുതെ ഒരു ഉദാഹരണം പറയാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ആ കാസായം വിലാസം, ഒരു പുതിയ കാസായം വിലാസം പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുകയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള കാസാ വിലാസം, പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള കാസാ വിലാസം വ്യത്യാസം വല്ലതും ഉണ്ട്? അതിനെ പോലെ തന്നെ പറയാവുന്നതാണ്. കാസയും വിലാസവും പഴയ തന്നെയാണ്. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു? ആ കാസനും വിലാസനും ഈശോ വന്നു, ഈശോയുടെ സ്പർശനം ഏറ്റതുകൂടി ആ കാസനും വിലാസവും കുറച്ചുകൂടി ഒരു മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞത് തന്നെ പരിശുദ്ധ അമ്മയുടെ ആ മറിയത്തിലേക്ക് പരിശുദ്ധാത്മാവും ഈശോയും വന്നതോടുകൂടി ആ കന്യാത്വത്തിന്റെ പ്രഭ അല്പം കൂടി ഒന്ന് പ്രകാശിക്കുകയാണ് ചെയ്തത്. ഇന്നലെ എങ്ങനെയൊക്കെ പറയുന്നത്, കാരണം ക്രിസ്ത്യാനികൾ തന്നെ ചിലര്, പെന്തക്കോസ്ത് വിശ്വാസികളെ പോലുള്ള ചിലരൊക്കെ കന്യാമറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു, ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ കന്യാമരത്തിന്റെ കന്യാത്വം പോയി എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സഭ പറയുന്നത്. കന്യാത്വത്തിൽ നിന്ന് മാതാവ് പിന്മാറിയില്ലെന്ന് മാത്രമല്ല, ഈശോയുടെ ജനനത്തോടുകൂടി കന്യാത്വം കുറച്ചുകൂടി മഹത്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പറയുകയാണ്. മനോഹരമായ പ്രതിപാദനമാണത്. 500ാമത്തെ ഖണ്ഡിക. യേശുവിന്റെ സഹോദരന്മാരെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നുണ്ടെന്ന ആക്ഷേപം ഈ വിശ്വാസ പ്രബോധനത്തിനെതിരായി ചിലപ്പോൾ ഉയരാറുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തെ പറയുകയാണ്. ചിലര് തന്നെ, ചിലപ്പോൾ കത്തോലിക്ക സഭയിലെ ചില വിശ്വാസികൾ തന്നെ ഇങ്ങനെ ബൈബിള് സഭയുടെ പ്രബോധനമായിട്ട് ഒത്തുനോക്കാതെ ഈ ബൈബിൾ തന്നെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ചില ഭാഗത്തൊക്കെ പല കാര്യം പറഞ്ഞു. ഈശോയുടെ സഹോദരന്മാരെ കുറിച്ച് പറയുന്നു, അപ്പോൾ മാതാവിന് വരെ മക്കളുണ്ടായിരുന്നൊക്കെ തോന്നുകയാണ്.
അങ്ങനെ തോന്നുന്നവർക്കുള്ള ഉത്തരമായിട്ടാണ് ഈ പറയുള്ള പരാമർശങ്ങൾ വരുന്നത്. ഈ ബൈബിൾ വിവരണങ്ങൾ കന്യകാമാതാവിന്റെ മറ്റു മക്കളെ പറ്റി പരാമർശിക്കുന്നതല്ല എന്നാണ് സഭ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത്. ഒന്നാമത് ചിന്ത ഇതാണ്, ഈശോയുടെ സഹോദരന്മാരെന്ന് പറയുന്നതല്ലാതെ അവരുടെ മറിയത്തിന്റെ എന്നൊരു വാക്കൊരു എടുത്തു വരും. ഇവർ ആ പറയുന്ന വ്യക്തികളൊക്കെ കന്യകാമറിയത്തിന്റെ മക്കളാണെന്ന ഒരു പ്രതിപാദനം ഒരിടത്തുമില്ല. ജോസഫിന്റെ മക്കളാണെന്ന പ്രതിപാദനവും ഒരിടത്തുമില്ല. മറിച്ച് ഈശോയുടെ സഹോദരന്മാരുടെ പ്രതിപാദനമേ ഉള്ളൂ. അപ്പൊ അത് യഹൂദ പശ്ചാത്തലത്തില് അങ്ങനെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ അതിന് പലവിധ അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കന്യകാമറിയത്തിന്റെയും ജോസഫിന്റെയും മക്കളാണ് ആ ഈശോ സഹോദരന്മാരെന്ന് പറയുന്നവരെന്ന് ബൈബിൾ ഒരിടത്തുമാവത്തും പരാമർശമില്ല. എന്നാണ് ഇവിടെ കനീസം പറയുന്നത്. വീണ്ടും വായിക്കാം. യേശുവിന്റെ സഹോദരന്മാർ ആയ യാക്കോബും ജോസഫും വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യയായ മറ്റൊരു മറിയത്തിന്റെ മക്കളാണ്. ഈ മറിയത്തെയാണ് മത്തായി സുവിശേഷകൻ അർത്ഥപൂർണമായി മറ്റേ മറിയം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോ കുരിശിലാകുന്ന സമയത്ത് നല്ല മറിയവും കന്യകാമറിയവും മറ്റേ മറിയവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മറ്റേ മറിയത്തിന്റെ മക്കളാണ് ഈ ജോസഫും അല്ലെങ്കിൽ മറ്റ് ഈശോ സഹോദരന്മാരെന്ന് പറയുന്നത്. പഴയ നിയമശൈലിയിൽ അവർ അടുത്ത ബന്ധുക്കളാണ്, കസിൻസ് ആണ്. കസിൻസിനെ പഴയ നിയമക്ക് പല ഭാഗങ്ങളുണ്ട്. പല ഭാഗത്തും അബ്രഹാം ലോത്തിനെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന പല ഭാഗങ്ങളുണ്ട്. കസിൻ ബ്രദേഴ്സിനെ സഹോദരന്മാർ തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട അനേകർക്കുള്ളൊരു സംശയമാണത്. അതേക്കുറിച്ചാണ് കാറ്റഗിസഭ പഠിപ്പിച്ചത്. ഈശോയുടെ സഹോദരന്മാർ വേറെ ഉണ്ടായിരുന്നുവെങ്കിൽ 12ാമത്തെ വയസ്സില് ഈശോയും മാതാവ് ഈശോയും ദേവാലയത്തിൽ പോയ സമയത്ത് 12 വയസ്സ്, ഈശോയ്ക്ക് 12 വയസ്സായി. ഇപ്പൊ വേറെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 2-3 കുട്ടികൾ ഇങ്ങനെ കൂടെ കാണേണ്ടതാണ്. പക്ഷെ പോയ സമയത്ത് മുഴുവൻ കുട്ടികളായിരുന്നു അവിടെ കാണുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു അഭംഗി തോന്നും. അല്ലെ പിന്നെ ഈശോയ്ക്ക് 12 വയസ്സിന് ശേഷം ദരിദ്രയാണ് കുറച്ച് മക്കളുണ്ടായി നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഇത്ര വാദങ്ങളൊക്കെ പിന്നെ കന്യാമറിയത്തെ ഇകഴ്ത്താൻ വേണ്ടി, ഒരുപക്ഷെ ഇകഴ്ത്തുന്ന വ്യക്തികൾ പോലും ഈശോയോടുള്ള സ്നേഹമാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇകഴ്ത്തുന്ന യാതൊരു യുക്തിയും ഇല്ലാത്ത കാര്യങ്ങളാണ്. മറ്റൊരു ചിന്തയുള്ളത്, ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ഈശോ കന്യാമറിയത്തെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട്, ഈശോയ്ക്ക് വേറെ സഹോദരന്മാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ ഏൽപ്പിക്കേണ്ടത് അല്ലേ? കന്യാമറിയത്തിൽ ധാരാളം മക്കളുണ്ടായിരിക്കും. എന്തിനാണ് വെറുതെക്കാരനാണ് യോഹന്നാൻ ഏൽപ്പിക്കുന്നത്? മാത്രമല്ല വീതം വെക്കുന്നതിന് അടി ഉണ്ടാക്കുകയല്ലേ? ആ കന്യാമറിയത്തിന്റെ മറ്റേ സ്വത്തിനൊക്കെ വേണ്ടി ആ സ്വത്ത് യോഹന്നാൻ കൊണ്ടു കഴിയും മറ്റു മക്കൾ വഴക്കുണ്ടാക്കുകയല്ലേ? ഞങ്ങൾ നോക്കണം നോക്കണം, ഞങ്ങൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരുന്നത് അല്പം പോലും യുക്തിഭദ്രമല്ല കന്യാമറിയത്തിന് മറ്റു മക്കളുണ്ടെന്നുള്ള വാദം. അത് വെറുതെ വാസ്തവത്തില് ഈ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട് അല്ലെങ്കിൽ ബൈബിൾ വചനങ്ങൾ സഭാപരമായ ഒരു പശ്ചാത്തലത്തല്ലാതെ വെറുതെ അക്ഷരങ്ങളായിട്ട് വായിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു അപകടമാണ്. കത്തോലിക്ക വിശ്വാസികൾ ഒരു കാരണവശാലും അപകടത്തിൽ നിന്ന് ചാടരുത്. അതാണ് പറഞ്ഞു വരുന്നത്. 501 ഖണ്ഡിക. മറിയത്തിന്റെ ഏകപുത്രൻ യേശുവാണ്. എങ്കിലും മറിയത്തിന്റെ ആധ്യാത്മിക മാതൃത്വം യേശു രക്ഷിക്കാൻ വന്ന സർവ്വ മനുഷ്യരെയും ആശ്ലേഷിക്കുന്നതാണ്. മറിയം ലോകത്തിന് പ്രദാനം ചെയ്ത പുത്രൻ അനേകം സഹോദരന്മാരിൽ പ്രഥമജാതനായി ദൈവം നിയോഗിച്ചവൻ തന്നെയാണ്. മാതൃസഹജമായ സ്നേഹത്തോടെ അവരുടെ ജനനത്തിലും രൂപീകരണത്തിലും അവൾ സഹകരിക്കുന്നു. മാതാവിന് ഈശോ മാത്രമല്ല വേറെ മക്കളുണ്ടെന്ന് സഭയെ സമ്മതിക്കുകയാണ്. എനിക്ക് പണ്ട് തൊട്ടേ ചിന്തയുണ്ടായിരുന്നു, കന്യാമറിയത്തിന് ഈശോ എന്ന മകൻ മാത്രമല്ല, പെന്തക്കോസ്തേർ പറയുന്ന പോലെയല്ല, അതിനേക്കാൾ ധാരാളം മക്കളുണ്ട്. കന്യാമറിയത്തിന് 2 മക്കളുള്ള കാര്യം ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന് ഈശോയാണ്, 2 യോഹനാനാണ്. കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ഇതാതിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് കന്യാമറിയത്തിന് യോഹനാനെ കൊടുത്തപ്പോ മാതാവ് സ്വീകരിച്ച സമയത്ത് യോഹനാൻ കന്യാമറിയത്തിന്റെ മകനായിട്ട് മാറി, ആത്മീയ പുത്രനായിട്ട് മാറി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കത്തോലിക്കാ സഭയില് യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച എല്ലാവരും കന്യാമറിയത്തിന്റെ മക്കളാണ്. അപ്പം പെന്തക്കോസ്തന്മാർ പറയുന്നതല്ല, അതിനേക്കാൾ അനേകം മടങ്ങ് മക്കൾ കന്യാമറിയത്തിനുണ്ട്. പക്ഷേ അത് ആത്മീയമായ രീതിയിലാണെന്ന് മാത്രം. കന്യാമറിയത്തിന് ഉള്ള ആദ്യജാതൻ ഈശോയാണ്. ഈശോയിൽ ദത്തുപുത്രൻ എന്ന നിലയിൽ എല്ലാവരും കന്യാമറിയത്തിന്റെ മക്കളാണ്. ഇനി കത്തോലിക്ക സഭയിലേക്ക് വരാത്ത അല്ലെങ്കിൽ സഭയ്ക്ക് വെളിയുള്ള എല്ലാ വിശ്വാസികളും കന്യാമറിയത്തിന്റെ മക്കൾ ആകേണ്ടവരുമാണ്. അപ്പൊ ആ ഒരു ആത്മീയ മതത്വത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. 503 ഖണ്ഡിക. ദൈവിക പദ്ധതിയിൽ മറിയത്തിന്റെ കന്യകാ മാതൃത്വം. ഞാനിപ്പോൾ വായിച്ച ഈ ഹെഡിംഗ് ആണ്. ഇനി ഞാൻ താഴോട്ട് വായിക്കാൻ പോകുന്ന ഖണ്ഡികകളുടെ മുകളിലുള്ള മെയിൻ ഹെഡിംഗ്. 503 ഖണ്ഡിക, മറിയത്തിന്റെ കന്യാത്വം.
ദൈവം തന്നെ പൂർണ്ണമായും മുൻകൈയെടുത്ത പ്രവൃത്തിയാണ് മനുഷ്യാവതാരം എന്ന് വെളിപ്പെടുത്തുന്നു. ദൈവം തന്നെ മുൻകൈയെടുത്ത, അതായത് മനുഷ്യാവതാരം മനുഷ്യന്റെ ഭാഗത്ത് സംഭവിച്ചതല്ല, ദൈവം തന്നെ മുൻകൈയെടുത്തതാണ്. മനുഷ്യാവതാരം ദൈവം തന്നെ മുൻകൈയെടുത്താണ്. മനുഷ്യാവതാരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രമുഖമായ മാതാവിന്റെ സഹകരണം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് ആദിഭാവം ചെയ്തപ്പോൾ ആ രക്ഷക വാഗ്ദാനം പോലും മനുഷ്യൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, ദൈവം തന്നെ ഇങ്ങോട്ടത് നൽകിയതാണ്. യേശുവിന് പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. താൻ സ്വീകരിച്ച മനുഷ്യപ്രകൃതി നിമിത്തം പിതാവിന് അവിടുന്ന് ഒരിക്കലും അന്യനായി തീർന്നില്ല. ഒരേ സമയം അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യന്റെയും പുത്രനാണ്. തന്റെ ദൈവപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം യേശു സ്വാഭാവികമായി പിതാവിന്റെ പുത്രനാണ്. തന്റെ മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഈശോ സ്വാഭാവികമായി മാതാവിന്റെ പുത്രനാണ്. എന്നാലും രണ്ട് പ്രകൃതികളിലും അവിടുന്ന് യഥാർത്ഥത്തിൽ പിതാവിന്റെ പുത്രനാണ്. അച്ഛൻ മനസ്സിലായി കാണും. ചിലപ്പോൾ പക്ഷേ ആവർത്തിച്ച് പറയുന്നതാണ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ യേശുവേ പിതാവല്ല, അത് പറയാൻ ഉദ്ദേശിച്ചത്. യേശുവേ പിതാവല്ല ഈശോയുടെ പിതാവ്. മനുഷ്യനായിട്ട് അവതരിച്ച ഈശോയുടെ, നമുക്കറിയാം നമ്മള് ദൈവത്തെ പിതാവ് വിളിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞതാണ്. ദൈവം വചനമായ പുത്രൻ തമ്പുരാന്റെ പിതാവ് എന്ന നിലയിലാണ് ദൈവം നമ്മൾ പിതാവ് വിളിക്കാനുള്ള ഒരു കാരണം. ആ ഒരു രീതിയിലും ഈശോയുടെ പിതാവാണ് ദൈവം. അതുപോലെ തന്നെ മനുഷ്യനായ ഈശോ അവതരിച്ചതും പിതാവിൽ നിന്നാണ്. അങ്ങനെ ഈശോയുടെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടും ഈശോ ദൈവത്വമായി ബന്ധപ്പെട്ടും ഈശോയുടെ പിതാവാണ് ദൈവം എന്ന് പറയാം. നമ്മൾ പറഞ്ഞു, അതായത് ഈശോയ്ക്ക് പിതാവ് അപ്പനായിരിക്കുന്നത് പോലെയല്ല നമുക്ക് പിതാവ് അപ്പനായിരിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈശോയുടെ ആ ശാരീരികമായ ജന്മം ഈശോയുടെ പിതാവിൽ നിന്നല്ല, അത് നേരിട്ട് ദൈവത്തിൽ നിന്നാണ്. ഭൂമിയിലിപ്പം മറ്റെല്ലാ മതാചാര്യന്മാരെ എടുക്കുക, എല്ലാ മതത്തിനും എടുക്കുക, എന്നിട്ട് അവരുടെ അപ്പനും അമ്മയാണെന്ന് അന്വേഷിക്കുക. അവർക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ തന്നെ ഒരു അപ്പനും അമ്മയും കാണും. അതിനർത്ഥം എന്താണ്? അവരെല്ലാം മനുഷ്യരാണ്. എന്നാൽ ഈശോയെ നിങ്ങൾ ശരിക്കും നിരീക്ഷിക്കുക, പരിശോധിക്കുക. ഈശോയുടെ അപ്പനെയും അമ്മയെയും പരിശോധിക്കുക. ഈശോയ്ക്ക് ഭൂമിയിൽ അമ്മയുണ്ടായിരിക്കും, പക്ഷെ ഈശോയ്ക്ക് ഒരു അപ്പൻ ഭൂമി ഉണ്ടായിരിക്കുകയില്ല. കാരണം ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഈശോ ദൈവം തന്നെയാണ്. അതിന്റെ സൂചനയാണ് ഇവിടെ കൃത്യമായിട്ട് ഈ പ്രബോധനം പറയുന്നത്. അടുത്ത കണ്ണിക, 506-ാമത്തെ കണ്ണിക. 506-ാമത്തെ കണ്ണിക, മറിയത്തിന്റെ കന്യാത്വം. സംശയത്താൽ കലുഷമാകാത്ത അവരുടെ വിശ്വാസത്തിന്റെയും ദൈവേഷ്ടത്തിനും അവൾ നൽകുന്ന അഭിമുക്തമായ ആത്മാർപ്പണത്തിന്റെയും അടയാളമാണ് മറിയത്തിന്റെ കന്യാത്വം. ഇക്കാരണങ്ങളാലാണ് മറിയം കന്യകയായിരിക്കുന്നത്. രക്ഷകന്റെ മാതാവാകുവാൻ മറിയത്തെ പ്രാപ്തിയാക്കിയത് അവരുടെ വിശ്വാസമാണ്. ക്രിസ്തുവിന്റെ ശരീരം ഉദരത്തിൽ സംവഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യയാക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനം പറഞ്ഞ അപ്പൊ ഈശോയ്ക്കൊരു ശാരീരിക ജന്മം നൽകി എന്നതല്ല മറിയത്തെ വലിയവളാക്കുന്നത്, വിശ്വാസം വഴി സ്വീകരിച്ചതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാനുഷികമായ രീതിയിൽ ഈശോയെ മാതാവിനെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സന്ദർഭം ഉണ്ടായ സമയങ്ങളെല്ലാം ഈശോ അവിടുന്ന് ഒരു വേറെ രീതിയിൽ സംസാരിച്ചത്. നിന്നെ കാണാൻ വേണ്ടി അമ്മ വന്നപ്പോൾ ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരി അമ്മയും. അപ്പൊ ഈശോ പറയുകയാണ്, ശാരീരിക ജന്മത്തെക്കാൾ വലുതാണ് ആത്മീയമായ രീതിയിലുള്ള ഈ രീതിയിലുള്ള ബന്ധം. പരിശുദ്ധ കന്യാമറിയവും ഞാൻ തമ്മിലുള്ള ബന്ധം ഒരു ശാരീരിക ബന്ധമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി മറിയം ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തോട് അവൾ പ്രതികരിച്ചതിന്റെ ആ രീതി കൊണ്ടാണ്, ആ വിശ്വാസം അവൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ വിശ്വാസമാണ് മാതാവിനെ കൂടുതൽ ഈശോയുമായിട്ട് ബന്ധിപ്പിച്ചതെങ്കിൽ ഇപ്പൊ നമുക്ക് വാസ്തവത്തിൽ ആ രീതി ബന്ധപ്പെടാന്നല്ലേ ഉള്ളൂ. നമുക്ക് ശരിയായ വിശ്വാസം വന്നു കഴിയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന് മുമ്പിൽ സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരു സ്വീകാര്യത നമുക്ക് ലഭിക്കും. അപ്പൊ എനിക്ക് മാതാവിന് ഈശോയുടെ ചേട്ടനാൻ പറ്റിയില്ല, എനിക്ക് ഈശോയുടെ അണിയാൻ പറ്റിയില്ല, കന്യാമറിയത്തിൽ എനിക്ക് അമ്മയാൻ പറ്റിയില്ല എന്നും വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം പ്രധാനപ്പെട്ടതല്ല, അത് പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വാസം വഴി നമുക്ക് ഈശോ ഉണ്ടാകുന്ന ബന്ധം. അതെല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നാന്നുള്ളൊരു സൂചനയും ഈ പ്രബോധന ഭാഗത്തുണ്ട്. അടുത്ത 507-ാമത്തെ കണ്ണിക. ഒരേ സമയം കന്യകയും മാതാവുമായ മറിയം സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷാത്കാരവുമാകുന്നു. അത് വലിയ രസമല്ലേ? ഒരേ സമയത്ത് തന്നെ കന്യകയായിരിക്കുക, അതേ സമയത്ത് തന്നെ മാതാവായിരിക്കുക. കന്യാമറിയത്തിന് വാസ്തവത്തിലെ ഗബ്രിയേൽ മാലാഖ ചോദിക്കുകയാണ്, നീ പറയുകയാണ് നീ ഒരു പുത്രനെ പ്രസവിക്കും. ഉടനെ മാതാവ് പറയുകയാണ്, അപ്പൊ യേശു പിതാവുമായിട്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ചോദിക്കുന്നത്, നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. ഉടനെ മാതാവ് പറയും, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അതിൽ നിന്നാണ് വ്യക്തം. വാസ്തവത്തില് ഇതെങ്ങനെ സംഭവിക്കും, നീ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഗർഭം ധരിച്ചിട്ടില്ല. അപ്പം അതായത്
ഇത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മാതാവിന്റെ അർത്ഥം എന്താണ്? യേശോപ്പ് പിതാവും ഞാൻ തമ്മിൽ വിവാഹ നിശ്ചയം സംഭവിച്ചു കഴിഞ്ഞുവെങ്കിലും യേശോപ്പുമായിട്ടൊരു ശാരീരിക ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാതാവ് അറിയാൻ കുഞ്ഞുണ്ടാകുന്ന അറിയാമല്ലോ. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഭാവി ജോസഫുമായിട്ട് മാതാവ് ഒരു വൈവാഹിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാതാവിനറിയാൻ കുഞ്ഞെങ്ങനെ ഉണ്ടാവുന്നുള്ളത് അല്ലേ? കരിമ്പുള്ള വ്യക്തമാണ്. ഇപ്പൊ ജോസഫുമായിട്ട് പിന്നീട് ഒരു ദാമ്പത്യ ബന്ധം മാതാവ് ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് മാതാവ് ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അത് ഭാവി സംഭവിക്കാൻ പോകുന്ന ഈശോയെ ജനിക്കുന്നു, ഈശോയെ ഗർഭം ധരിക്കുന്നു പറയുന്ന സംഭവം ഭാവി സംഭവിക്കാനിരിക്കുന്നതാണ്. മാതാവ് പറയുന്ന ഉത്തരവും ഭാവിയിലേക്കുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഭാവിയിൽ എന്നെ പുരുഷനെ അറിയാൻ പോകുന്നില്ലല്ലോ. മാതാവ് തന്റെ ആ കന്യാത്തം അത് മാതാവ് ഒരിക്കലും അത് ഭംഗം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാതാവ് വെളിപ്പെടുത്തുകയാണ്. മാതാവിന്റെ ആ ഉത്തരം കേട്ടപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവം കന്യാത്വം നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, കന്യാത്വം എന്നിട്ട് മാതൃത്വം കൊടുക്കുകയും ചെയ്തു. ആ കന്യാത്വം നഷ്ടപ്പെടുത്തിയില്ല, മാതൃത്വം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ലോക ചരിത്രത്തിൽ ആർക്കും ലഭിക്കാത്ത ഒരു വലിയ അനുഗ്രഹം മാതാവ് ലഭിക്കുകയാണ്. ഒരേ സമയത്ത് തന്നെ മാതാവ് അയക്കുമ്പോൾ തന്നെ അവിടുന്ന് കന്യക കൂടി ആയിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിശ്വാസപൂർവ്വം ദൈവവചനം സ്വീകരിക്കുക മൂലം സഭ തന്നെ തീർച്ചയായും ഒരമ്മയായി തീരുന്നു. സുവിശേഷ പ്രഘോഷണവും മാമോദിസയും വഴി പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥരായി ദൈവത്തിൽ നിന്ന് പിറക്കുന്ന മക്കൾക്ക് അവൾ നവീനവും സനാതനവുമായ ജീവൻ പകർന്നു കൊടുക്കുന്നു. തന്റെ പ്രിയ മണവാളന് അവൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വാസം അതിന്റെ പൂർണ്ണതയിലും അവികലതയിലും കാത്തു സൂക്ഷിക്കുന്ന സഭയും കന്യകയാണ്. നമ്മള് മാമോദീസ വഴി അനേകം പേര് സഭയിൽ ജനിച്ചു വീഴുന്നതുകൊണ്ട് നമ്മൾ സഭാമാതാവ് എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ അല്ലേ? സഭയെ വിളിക്കുന്ന സഭാമാതാവ് വിളിക്കാറുണ്ടല്ലോ. അപ്പം സഭ എപ്പോഴും കന്യാമരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കന്യാമറിയത്തെ ഓർമ്മിപ്പിക്കുകയാണ് സഭ എപ്പോഴും. കാരണം കന്യാമരത്തിന്റെ ഒരു ഉത്തമമായ ഒരു രൂപമാണ്, പ്രതീകമാണ് സഭ. തിരിച്ചു അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും. 510 കണ്ണിക. മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും സംവഹിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും നിത്യകന്യകയായി തുടർന്നു. എപ്പോഴൊക്കെയാണ്? ഗർഭം ധരിച്ചപ്പോൾ, പ്രസവിച്ചപ്പോൾ, സംവഹിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും നിത്യകന്യകയായി തുടർന്നു. അഗസ്റ്റിനോസിന്റെ പ്രതിപാദനമാണ്. അതെ, സെന്റ് അഗസ്റ്റിൻ. തന്റെ ഉണ്മ മുഴുവനോടുകൂടി അവൾ കർത്താവിന്റെ ദാസിയാണ്. പറയുകയാണ് മാതാവ് സമ്പൂർണമായ രീതിയിൽ ദൈവത്തിന് വേണ്ടി തന്നെ കൊടുത്തു. 511 കണ്ണിക. 511 കണ്ണിക. സ്വതന്ത്രമായ വിശ്വാസത്തോടും വിധേയത്വത്തോടും കൂടി കന്യകാമറിയം മാനവ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചു. മനുഷ്യപ്രകൃതി മുഴുവന്റെയും നാമത്തിൽ അവൾ തന്റെ സമ്മതം നൽകി. തന്റെ അനുസരണം മൂലം മറിയം ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയായ നവീന ഹവ്വ ആയി. നമ്മളെ കുറിച്ച് പറഞ്ഞതാണ്. കന്യാമറിയത്തെ രണ്ടാം ഹവ്വ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, ലോക ആദിഭാവം വഴി മനുഷ്യവർഗം മുഴുവൻ പാപത്തിൽ പെട്ടുപോയി. അപ്പോൾ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ മനുഷ്യർക്ക് രക്ഷിക്കാൻ വേണ്ടി. ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ദൈവം മനുഷ്യനാവുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു ഉദരം വേണം ജനിക്കാൻ വേണ്ടി. അപ്പൊ ഭൂമിയുള്ള ആരെങ്കിലും സഹകരിച്ചില്ലായിരുന്നെങ്കിൽ, ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും സഹകരിച്ചില്ലായിരുന്നു സംഭവിച്ചതിന്. ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവം സർവശക്തനാണെന്നുണ്ടെങ്കിലും എന്ത് സംഭവിച്ചതിന് ഈ രക്ഷ ഒരിക്കലും സാധിക്കാതെ പോയതിന്. അപ്പോൾ നമ്മളതൊരു ചെറിയ കാര്യമാണ് നമുക്ക് തോന്നിയാലും ഒരു വലിയ കാര്യമാണ് സംഭവിച്ചത്. അപ്പം ഗബ്രിയേൽ മാലാഖ എന്ന് പറയുകയാണ്, നീ ഇപ്പോൾ തന്നെ പ്രസവിക്കും എന്ന് പറയുകയാണ്. കന്യാമറിയം പറയുകയാണ്, എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അപ്പൊ ദൈവത്തിന്റെ കൃപാവരമാണ് മറിയത്തിന് ശക്തിയാകുന്ന പറയുമ്പോൾ പോലും കന്യാമറിയത്തിന് ഒരു സ്വതന്ത്ര സമ്മതം അവിടെ ഉണ്ട്. അപ്പൊ ഓർമ്മല്ലേ, ലോക ചരിത്രത്തിന് മുമ്പ് ഒരു സ്ത്രീയും പുരുഷനെ ഇവിടെ ഗർഭം ധരിച്ചിട്ടില്ല. അപ്പോൾ കന്യാമറിയത്തോട് വന്ന് പറയുമ്പോൾ മാതാവ് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ സാഹസികമായ രീതിയിലാണ് മാതാവ് വിശ്വസിച്ചത്. അപ്പൊ മാതാവിന്റെ ആ ഒരു വിശ്വാസം, മാതാവിന്റെ ആ സമ്മതം, അത് ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് കാരണമായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് മാതാവ് ഈ ലോകത്തിലുള്ള എല്ലാവരും ഇതുപോലെ ആദരിക്കപ്പെടുന്നത്, ഇതുമാത്രം വണങ്ങുന്നത്. അതുകൊണ്ടാണ് കന്യാമറിയത്തെ ഇതുപോലെ ദൈവം ആദരിക്കുന്നത്. നമുക്കറിയാം, ഹവ്വായ ദൈവം സൃഷ്ടിച്ചപ്പോൾ പാപരഹിതയായിരുന്നു. ഹവ്വ പാപരഹിതയായിട്ടാണ് ജീവിച്ചത്. നമുക്കറിയാം, ഒരു പാവവും അവളിലില്ല. നല്ല സാഹചര്യങ്ങൾ അല്ലേ. അപ്പൊ ദൈവത്തെ ഇടയ്ക്ക് കാണുന്നുകൊണ്ട്, എന്നാൽ കന്യാമറിയം ആകട്ടെ, കന്യാമറിയം ശരിയാണ്, കന്യാമറിയം പാവമില്ലാതെ ജനിച്ചു. പക്ഷെ മാതാവ് ജീവിക്കുന്ന വഴിയാണ് പാപം നിറഞ്ഞില്ല ലോകത്തിന്. ദൈവത്തെ കാണുന്നുമില്ല, വിശ്വാസമേ കാണാൻ പറ്റുള്ളൂ. ഹവ്വ എങ്ങനെയാണ്?
മനുഷ്യരില്ല, ദൈവത്തെ കാണുന്നുണ്ട്, പാപകരമായ സാഹചര്യങ്ങളിൽ എന്നിട്ട് ഹവ്വ വീണുപോയി. അപ്പൊ നോക്കുമ്പോൾ മാതാവ് എന്തുമാത്രം വിരോചിതമായിട്ടാണ് ദൈവത്തോട് സഹകരിച്ചതെന്നുള്ളത്. മാതാവിന് മുമ്പിൽ പാപകരമായ സാഹചര്യങ്ങളുണ്ട്, ദൈവത്തെ വിശ്വാസം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങൾ നിവാശപ്പെടുന്നത്, പിന്നെ പുരുഷനെ കൂടാതെ ഗർഭം ധരിക്കണമെന്നൊക്കെ ദൈവം പറയുന്നത്. അപ്പൊ മാതാവിന്റെ ഇത്രമാത്രം ആ ഒരു തീക്ഷ്ണമായ അത്രമാത്രം വലിയൊരു വിശ്വാസം, അത് ദൈവത്തിന് മുമ്പിൽ ഒരു വലിയ അല്ലേ, ദൈവത്തിന് ഭൂമി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മാധ്യമമായിട്ട് മാറുകയാണ്. ഇപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ദൈവം ഒത്തിരിയേറെ മറിയത്തെ സ്നേഹിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒത്തിരിയേറെ മാതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ കന്യാമരത്തിന്റെ ഒരു ആമേൻ, ഒരു യേസ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. കാരണം മാതാവ് എന്ന് പറഞ്ഞ ഒരു ആമേനാണ് ഭൂമി രക്ഷയ്ക്കുള്ള ഒരു വഴി തുറന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അവസാനത്തെ ഖണ്ഡിക നമ്മൾ വായിച്ചു കേട്ടത്. മാതാവിന്റെ സമൂഹത്തോടു കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, കന്യകാമറിയം രക്ഷയെ ഭൂമിയിലേക്ക് പ്രസവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ രക്ഷാകർമ്മത്തില് കന്യകാമറിയത്തിന് ഒരു അതുല്യമായ സ്ഥാനമുണ്ട്. മാതാവിന്റെ സഹകരണം നമ്മുടെ രക്ഷയിൽ ഉള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അവിടുത്തേറെ നമുക്ക് സ്നേഹവും ആദരവും ആശ്രയത്വം എല്ലാം അമ്മയോട് ഉണ്ടായിരിക്കണം. ഒരു സൂചനയാണ് കന്യക പറഞ്ഞിരുന്നത്. എന്താണ് മുമ്പ് സമകാലമായിട്ട് എന്താണ് ഇനി പറയാനുള്ളത്? ഇന്ന് നമ്മൾ ചിന്തിച്ച ഖണ്ഡിക 496 ഖണ്ഡിക മുതൽ 511 ഖണ്ഡിക വരെയായിരുന്നു. ഇന്ന് നമ്മൾ കണ്ട പ്രധാന കാര്യം മറിയം നിത്യകന്യക എന്ന വിശ്വാസ സത്യത്തെ കുറിച്ചായിരുന്നു. നിത്യകന്യക, ഒരേ സമയം മാതാവ് കന്യകയുമാണ്, മാതാവുമാണ്. മാതൃത്വവും കന്യാത്വവും രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. അതുപോലെ നമുക്ക് വിശ്വാസം പകർന്നു തരുന്ന സഭ ഒരു കന്യകയാണ് എന്ന് കണ്ടു. ഓക്കെ, ഇന്ന് വളരെ നമ്മൾ ഏതാണ്ട് ഒറ്റ വിഷയത്തിലാണ് ഊന്നിരുന്നത്, കന്യകാമറിയം നിത്യകന്യക അല്ലെ, അത് ഊന്നിരുന്നത്. പിന്നെ പല വശങ്ങൾ, ഒത്തിരിയേറെ സംശയങ്ങൾ വിശ്വാസങ്ങൾക്കുള്ള ഒരു വിഷയമാണത്. അതിന്റെ ചില വശങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധാത്മ സഹായത്തിൽ കാണുകയുണ്ടായി. നമുക്കിന്ന് ഹോംവർക്കായിട്ടുള്ള 510 ഖണ്ഡികയാണ് നമ്മൾ ഹോംവർക്കായിട്ട് നമ്മൾ വായിച്ച ഖണ്ഡിക തന്നെയാണ് 510 ഖണ്ഡിക. മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും സംവഹിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും നിത്യകന്യകയായി തുടർന്നു. തന്റെ ഉണ്മ മുഴുവനോടും കൂടെ അവൾ കർത്താവിന്റെ ദാസിയാണ്. ഓക്കെ, നമുക്ക് ഈ ഖണ്ഡിക അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം, കാണാതെ പഠിക്കാം. അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കതിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നമുക്കത് മനസ്സിലാക്കുകയും ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. മറ്റുള്ളവരുമായി ആവശ്യമായിട്ട് പങ്കുവയ്ക്കാം. ഇപ്പോൾ 23 എപ്പിസോഡിലെ 23 എപ്പിസോഡുകളായി 23 പ്രബോധനങ്ങൾ നിങ്ങളിപ്പോൾ കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അത് നിങ്ങൾ പഠിക്കുന്നു, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു, ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നു. കൂടുതൽ സാധിക്കട്ടെ നിർത്തിയാണ് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരിയമ്മച്ചി, അമ്മയെക്കുറിച്ചുള്ള ശക്തവും തീക്ഷ്ണവുമായ പ്രബോധനങ്ങൾ ഞങ്ങൾക്കറിയുവാൻ അവസരം ലഭിക്കുന്നതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അമ്മയുള്ള വിശ്വാസവും അമ്മയുള്ള സ്നേഹവും വണക്കവും എല്ലാം ഞങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ആത്മരക്ഷയിൽ അമ്മയ്ക്ക് എന്തുമാത്രം സ്വാധീനമുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മയുടെ വിരോചിതമായ ഒരാമേൻ ഭൂമിയിൽ മനുഷ്യവർഗ രക്ഷയ്ക്കുള്ള വഴിയായിത്തീർന്നുവെന്ന് കാണുന്നത് അമ്മയ്ക്ക് സകല മനുഷ്യരുടെ മേലുള്ള ആ ഒരു വലിയ സ്വാധീനം പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുകയാണല്ലോ. ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും അങ്ങേ യഥാർത്ഥ അമ്മയെ തിരിച്ചറിയട്ടെ. അങ്ങനെ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ആത്മാക്കളെല്ലാവരും ഈശോയിലേക്ക് വളരട്ടെ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അങ്ങയുടെ പ്രിയപ്പെട്ട മണവാട്ടിയോടുള്ള വലിയ സ്നേഹം, അമ്മയുള്ള ആശ്രയത്വം ലോകത്തുള്ള എല്ലാവർക്കും നൽകും. പ്രത്യേകമായിട്ട് കത്തോലിക്കാ സഭയുള്ള ഓരോ വിശ്വാസം നൽകുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായെ, അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹം അത് അങ്ങിലേക്കുള്ള വളർച്ചയാണ് ഞങ്ങൾ അറിയുന്നു. അമ്മയോടുള്ള ബന്ധം വഴി ഞങ്ങൾ അങ്ങയെ കൂടുതൽ അറിയുന്നു. അങ്ങയോട് അടുക്കുമ്പോൾ ഞങ്ങൾ അമ്മയെ കൂടുതലായിട്ട് അറിയുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം
അത് കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയം വഴി ഈ പ്രാർത്ഥനകളെല്ലാം ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പരസ്പരം പ്രാർത്ഥന അനുഗ്രഹിക്കുക. ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.